ഞാൻ എൻ്റെ ഗസ്റ്റ് എപ്പിസോഡ്സിലൊക്കെ ചോദിക്കുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അതായത് ഇഫ് യു കുഡ് ഗോ ബാക്ക് ഇൻ ടൈം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യണം, അതായത് മാറ്റണം എന്ന് തോന്നി തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്നോട് തന്നെ ചോദിച്ചത്. അപ്പം ബേസിക്കലി ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ചില ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ഇപ്പം ഒരു 10 വയസ്സ് 11 വയസ്സ് ആ ഒരു സമയത്തേക്ക് എനിക്ക് തിരിച്ച് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നറിയാത്ത കുറേ കാര്യങ്ങൾ അന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ റിലീജിയനിൽ തന്നെ, ഹിന്ദുയിസത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും അറിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പത്തിലേ പറഞ്ഞു തരുമായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടായിരുന്നേനെ, അല്ലേ? ഇപ്പം എൻ്റെ കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ സൺഡേ സ്കൂൾസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നെന്നും സൺഡേ സ്കൂൾസ് മിസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് റീസെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ശരിക്കും ഈ സൺഡേ സ്കൂൾസിൽ അവർക്ക് അവരുടെ ബൈബിളിലെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കും. അതുമാത്രമല്ല, അതിൽ നിന്നുള്ള മോറൽ വാല്യൂസ്, അതിൻ്റെ ആ ഒരു വിശ്വാസം, ആ ഒരു ബിലീഫ് സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. അത് ആ ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യുമ്പം നമുക്ക് നമ്മളൊരു നമ്മൾ അഡൾട്ട് ആയി കഴിഞ്ഞാലും ആ വാല്യൂസ് നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ ഹിന്ദുസിന് നമുക്ക് ഒരിക്കലും ആ ഒരു സൺഡേ സ്കൂളിൻ്റെ കോൺസെപ്റ്റോ ഇല്ലെങ്കിൽ ഗീത ക്ലാസ്സിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് 1990s ഏർലി 2000 ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെയും ഗീത ക്ലാസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അമ്പലത്തിൽ പോകും, വിളക്ക് കൊളുത്തും, നാമം ചൊല്ലും. പക്ഷേ നാമം ചൊല്ലുന്നതും അതെന്താണെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് അച്ഛനും അമ്മയും നാമങ്ങളൊക്കെ പറഞ്ഞു തരും, പക്ഷേ ഇരുന്ന് ആരും ഓക്കെ ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഇതെന്തുകൊണ്ടാണ് നമ്മൾ പറയണേ എന്നൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം എൻ്റെ മോന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴും ബിക്കോസ് അവനും എല്ലാത്തിൻ്റെയും റീസൺ അറിയണം. അപ്പം ഒരു വെറുതെ എനിക്കൊരു കാര്യം പറയാൻ പറ്റില്ല. അപ്പം ഞാനത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവന് പറഞ്ഞു കൊടുക്കാൻ. ബിക്കോസ് അതാണ് അവൻ ഓർക്കുന്നത്, അതാണ് അവൻ ആലോചിച്ച് ലൈക്ക് ബിലീവ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു കൾച്ചർ, അതായത് ഹിന്ദു ഫിലോസഫിയിൽ ആ സൺഡേ സ്കൂളിൻ്റെ കോൺസെപ്റ്റ് ഇല്ലാത്തതും, അതില്ലാത്തത് നമ്മളെ ശരിക്കൊരു ഇൻകംപ്ലീറ്റ് ആക്കുന്ന ഒരു ഫീലിംഗ് ആണോ എന്നാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ബൈ പ്രൊഫഷൻ ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐ എം ഷുവർ എന്നെ പോലത്തെ കുറേ അഡൾട്ട്സ് ഉണ്ടാവും, ഹിന്ദുസ് ആണ്, പക്ഷേ നമുക്ക് ഹിന്ദുസത്തിൻ്റെ കോർ കോൺസെപ്റ്റ് തന്നെ അറിയില്ല. അതുമാത്രമല്ല, ഭയങ്കര ഒരു ഡിസ്കണക്റ്റഡ് ഫീലിംഗ് ആയിരിക്കും. പിന്നെ ചില ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം, ചില ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് വിളക്കൊളുത്താൻ പറയണം. അതുമാത്രമല്ല, ഇപ്പം എന്നെ പോലത്തെ ആൾക്കാരാണെങ്കിൽ എന്തൊക്കെയോ എവിടേക്കോ മിസ്സായി പോയൊരു ഫീലിംഗ് ആണ്. പറയില്ലേ, ഹാഫ് നോളജ് ഇസ് ഡേഞ്ചറസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം ശരിക്കും സൺഡേ സ്കൂൾ എന്തായിരുന്നു? സൺഡേ സ്കൂൾ ക്രിസ്ത്യൻസിന് ഒരു ബിലീഫ്, അവരുടെ ആ ഒരു ബിലീഫ് ട്രാൻസ്മിറ്റ്, അതായത് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അതിന് അവർ 3 മെയിൻ ഫൗണ്ടേഷൻ, അതായത് 3 മെയിൻ പില്ലേഴ്സാണ് ഉള്ളത്. ആദ്യത്തെയാണ് ഒരു ക്ലിയർ ബുക്ക്, അതായത് ബൈബിളാണ് അവരുടെ ഒരേ ഒരു ബുക്ക്. രണ്ടാമത്തെ കാര്യമാണ് ഒരു ബിലീഫ് സിസ്റ്റം, അതായത് ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ദിസ് ഇസ് ട്രൂ, ദിസ് ഇസ് ഫാൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് സാൽവേഷൻ, അതായത് നിങ്ങൾ ഒരു സ്പെസിഫിക് രീതിയിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ വെച്ച് ഒരു സ്പെസിഫിക് രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ് എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം. അപ്പം ഇതിപ്പം എവിടെ ഇരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും, ഇപ്പം ഇന്ത്യയിലിരിക്കുന്ന ക്രിസ്ത്യൻ ആണെങ്കിലും, US-ലിരിക്കുന്ന ക്രിസ്ത്യൻ ആണെങ്കിലും, കാനഡയിലുള്ള ക്രിസ്ത്യൻ ആണെങ്കിലും, വേറെ വേറെ ചേർച്ചിൽ പോകുന്ന ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരുടെ കോർ കോൺസെപ്റ്റ്സ് സെയിം ആയിരിക്കും. സൺഡേ സ്കൂൾ എന്ന് പറയുമ്പം ഒരു അവരുടെ ഒരു വിശ്വാസങ്ങൾ പ്രിസർവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. ആ ഒരു വിശ്വാസം നമ്മൾ ബിലീവ് ചെയ്ത് അത് പ്രിസർവ് ചെയ്ത് ലൈഫിൽ ഫോളോ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഹിന്ദുയിസത്തിൽ അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റ് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹിന്ദുസിന് ഒരു ബുക്ക് അല്ല ഉള്ളത്, ഒരുപാട് വേദങ്ങളുണ്ട്, ഒരുപാട് ആക്ച്വലി 4 വേദങ്ങളുണ്ട്.
ഉപനിഷത്സ് ഉണ്ട്. അതുമാത്രമല്ല ഒരുപാട് ഭഗവാന്മാരുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം സെയിം ആയിരിക്കില്ല. അതുമാത്രമല്ല ഹിന്ദുയിസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ധർമ്മ ആൻഡ് കർമ്മ ഈ 2 പില്ലേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു 2 വയസ്സായ കുഞ്ഞിന്റെ ധർമ്മവും ഒരു 10 വയസ്സായ ആളുടെ ഒരു 10 വയസ്സായ ഒരു കുഞ്ഞിന്റെ ധർമ്മവും സെയിം സിറ്റുവേഷനിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഒരിക്കലും ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് റൂൾസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്. ഓൾസോ ഹിന്ദുയിസം ശരിക്കൊരു ബുക്ക് സ്പെസിഫിക് അല്ല, ഇത് എക്സ്പീരിയൻസ് സ്പെസിഫിക് ആണ്. ഇപ്പം ഭഗവത്ഗീത തന്നെ ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ, അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. അപ്പം അതിലും ശ്രീകൃഷ്ണൻ അർജുനനോട് ഇന്നത് ചെയ്യണം എന്ന് പറയുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നീ നിന്റെ ധർമ്മമാണ് ഫോളോ ചെയ്യേണ്ടത്, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നീയാണ് തീരുമാനിക്കുന്നത്. സോ അവിടെ പോലും ഒരാളോട് ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇന്നത് ചെയ്യണം, നീ ഫൈറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ആദ്യം ഇത് ചെയ്യണം പിന്നെ ഇത് ചെയ്യണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അത് മാത്രമല്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ്, ഇപ്പം നമുക്ക് സൺഡേ സ്കൂൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ പോലും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ബിക്കോസ് നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. ഇപ്പം വേദങ്ങളാണെങ്കിലും അത് റൂൾ ബുക്ക് ഒന്നുമല്ല, ലൈഫിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ്. യൂണിവേഴ്സ് എങ്ങനെ സ്റ്റാർട്ടായി അതിൻ്റെ കുറേ കോസ്മിക് വാല്യൂസ് ആണുള്ളത്. പിന്നെ ഉപനിഷത്ത് നോക്കുവാണെങ്കിൽ അതിലും നമ്മുടെ സെൽഫ് എൻക്വയറിയാണ്. അതായത് നമ്മുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കുന്നു അതൊക്കെയാണ് ഉപനിഷത്തുകളിലുള്ളത്. ഇപ്പോൾ ഭഗവത്ഗീത ആണെങ്കിലും അതൊരു റൂൾ ബുക്ക് അല്ല, അതും ഒരു വേ ഓഫ് ലൈഫാണ്. അപ്പം ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മുടെ ധർമ്മം എങ്ങനെ നിർവഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം പുരാണങ്ങളാണെങ്കിലും ഒരു ഹിസ്റ്ററി ബുക്ക് അല്ല, ഓരോ ടൈപ്പിലെ ആൾക്ക് അതെങ്ങനെ വേണമെങ്കിലും ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് കറിക്കുലം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് സിലബസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഹിന്ദുയിസത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽ, അതായത് ഓരോ ആൾക്ക് ഓരോ രീതിയിലെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഹിന്ദുയിസത്തിന്റെ ഏറ്റവും വലിയ കോർ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഹിന്ദുയിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഹിന്ദുയിസം പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി സെയിം ആയിരിക്കില്ല. ഇപ്പം ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കഥകൾ, സ്റ്റോറീസ് വഴിയായിരിക്കും. ഇപ്പം ഒരു വലിയ ആൾ ഒരു അഡൾട്ടിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസസ് ത്രൂ ആയിരിക്കാം. ഇപ്പം കുറേ ഋഷിമുനിമാരുണ്ടായിരുന്നു, അങ്ങനെ തന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും മോങ്സ് ആവുന്നുണ്ട്, കുറേ സെയിൻറ്റ്സ് ആവുന്നുണ്ട്. അവർക്ക് ഈ സ്റ്റോറീസും എക്സ്പീരിയൻസസും ഒന്നും അല്ല വേണ്ടത്, അവർ മെഡിറ്റേറ്റ് ചെയ്ത് സൈലൻസിൽ ഇരുന്നിട്ടാണ് ആ ഒരു കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്യുന്നത് അല്ലേ. പിന്നെ സൺഡേ സ്കൂളിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിരുന്നു ഒരു സിംഗിൾ ബിലീഫ് സിസ്റ്റം, അതായത് സിംഗിൾ ഡോക്ട്രൈൻ. ഇപ്പം ഹിന്ദുയിസത്തിൽ ഞാൻ വിശ്വസിച്ചത് ഇപ്പം ധർമ്മ ആൻഡ് കർമ്മ എന്നുള്ള 2 കോൺസെപ്റ്റ്സ് ഉണ്ട്, അത് ഒരു ബിലീഫ് സിസ്റ്റം ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശരിക്കും ഇപ്പം ഒരു ധർമ്മ ആൻഡ് കർമ്മ ഈസ് സബ്ജക്റ്റീവ്. ഒരു സിറ്റുവേഷൻ വരുമ്പം അത് മാറും, 2 ആൾക്കാർ സെയിം സിറ്റുവേഷനിലാണെങ്കിൽ അതും മാറും. പക്ഷെ ധർമ്മ എന്ന് പറയുമ്പം നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം, അത് ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യമായിരിക്കും. പക്ഷെ സെയിം കാര്യം വേറൊരാൾ ചെയ്യുവാണെങ്കിൽ അത് വേറെ രീതിയിൽ ചെയ്യും, അത് അയാളുടെ ധർമ്മമായിരിക്കും. അപ്പം നമുക്ക് ഒരു ട്രൂ ഓർ ഫോൾസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊടുക്കാൻ പറ്റില്ല അല്ലേ. അത് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. അതുമാത്രമല്ല ഇപ്പം കർമ്മം എന്ന് പറയുമ്പം പ്യുവർ ഫിസിക്സ് ആണ്, നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ കർമ്മ എന്ന് പറയുമ്പം ശരിക്കും നമ്മൾ ചെയ്തൊരു കാര്യത്തിന് ഒരു പണിഷ്മെന്റ് കിട്ടുന്ന പോലെയൊന്നും അല്ല. നമ്മളത് പറയും കർമ്മ ഇസ് ബാഡ് എന്നൊക്കെ പറയും, കർമ്മ ഇസ് ചേസിങ് യു എന്നുള്ളൊരു ഫ്രേസ് ഒക്കെ അല്ലേ. ഇപ്പം നമ്മൾ ഒരാളോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റേണലി നമുക്കൊന്നും കാണില്ല, പക്ഷെ ഇന്റർണലി നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും. അത് അതിൻ്റെ ഒരു കർമ്മമാണ്, നമ്മൾ ചെയ്തൊരു കാര്യത്തിന്റെ കർമ്മം. അപ്പം ഇതൊക്കെ ഹിന്ദുയിസത്തിൽ നമ്മൾ ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ സൺഡേ സ്കൂളിൽ ഉണ്ടായിരുന്ന 3ാമത്തെ കോൺസെപ്റ്റ് ആയിരുന്നു സാൽവേഷൻ. അതായത് ഞാൻ എന്ത് ചെയ്താലാണ് സേഫ് ആയിരിക്കുക, ഇല്ലെങ്കിൽ ഹൗ വിൽ ഐ ബി സേവ്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ക്രിസ്ത്യൻസിന്റെ സാൽവേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ ബി സേവ്ഡ് ഫ്രം ദ സിൻ. അപ്പം അവരുടെ വിശ്വാസം പറയുന്നത് ജീസസിനെ വിശ്വസിച്ച് ജീസസിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുൽ ബി സേവ്ഡ് ഫ്രം യുവർ സിൻസ് എന്നാണ്. അതിൽ ജീസസിൻ്റെ ക്രൂസിഫിക്കേഷൻ തന്നെ ഹ്യൂമൻസിൻ്റെ സിൻസ്, അതായത് ഹ്യൂമൻസിൻ്റെ തെറ്റുകൾ ജീസസ് എടുത്തു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ തന്നെ ജുഡായിസം, അതായത് ജൂയിഷ് ആൾക്കാർക്ക് ഉണ്ട് ഹൗ ഷുഡ് ഐ ലിവ് റൈറ്റ്ലി ഇൻ ദിസ് വേൾഡ്. അതായത് അവർ ഭയങ്കര പോസിറ്റീവ്, അതായത്
അവർ സാൽവേഷൻ നോക്കില്ല. അവർ എങ്ങനെയാണ് ലൈഫ് കറക്റ്റ് രീതിയിൽ ജീവിക്കേണ്ടത് എന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഹിന്ദുസിൽ ഭയങ്കര വ്യത്യാസമായിട്ടൊരു കോൺസെപ്റ്റാണ്. ഹിന്ദുസ് വിശ്വസിക്കുന്നത്, ഹിന്ദുയിസം നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത് ഹൂ എം ഐ, വൈ എം ഐ സഫറിങ്. ശരിക്കും ഹിന്ദു ഫിലോസഫിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൂ എം ഐ ആൻഡ് വൈ ഡു ഐ സഫർ? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം. അതാണ് ഹിന്ദു ഫിലോസഫി നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളെല്ലാവരുടെയും ലൈഫ് സെയിം അല്ല അല്ലേ? ചില ആൾക്കാർക്ക് ഫ്രീഡമാണ് വേണ്ടത്, ചില ആൾക്കാർക്ക് പ്രോസ്പെരിറ്റി വേണം, ചില ആൾക്കാർക്ക് സൈലൻസ് ആണ് വേണ്ടത്, ചില ആൾക്കാർക്ക് സ്ലോ ലിവിങ് ആണ് വേണ്ടത്, ചില ആൾക്കാർക്ക് ഒന്നും വേണ്ട, ഭക്തി മാത്രം മതി, തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എൻഡ് ഗോൾ വ്യത്യാസമാണ്. ഹിന്ദുയിസത്തിൽ വേറെ 4 പില്ലേഴ്സ് ഉണ്ട്: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഇത് നാലും ഒരു സെറ്റ് ഓഫ് വേ ഓഫ് ലിവിങ് ആണ്. അതും ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, അതൊക്കെ ഓപ്ഷണൽ കാര്യങ്ങളാണ്. അവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ബിക്കോസ് നമ്മളോട് ആരും ഇന്ന രീതിയിൽ ജീവിക്കണമെന്നോ ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ 1 by 1 ഫോളോ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹിന്ദുയിസം, അതായത് ഹിന്ദു വിശ്വാസങ്ങളൊക്കെ ഈ സ്കൂൾ സിസ്റ്റം ഇല്ലെങ്കിൽ ക്ലാസ് റൂം സിസ്റ്റം ഉണ്ടാവാത്തതിൻ്റെ മെയിൻ റീസൺ ആയിരുന്നു പണ്ട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന കഥകളും മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന ഈ നാമങ്ങളും ഒക്കെ പഠിച്ചിട്ടാണ് പിള്ളേർ വളർന്നത് അല്ലേ? ഓൾസോ അത് വാസ് ബിക്കോസ് ജോയിൻറ്റ് ഫാമിലി കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? എല്ലാത്തിനും ഒരു സ്പെസിഫിക് ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയാണെങ്കിലും മുത്തശ്ശിമാർ കഥ പറഞ്ഞുതരും, വൈകുന്നേരം ആണെങ്കിലും വിളക്കൊളുത്തുന്ന സമയത്ത് നാമങ്ങൾ പറഞ്ഞുതരും. എല്ലാത്തിനും ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളും മുന്നേ ഗുരുകുൽ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ? ഈ വേദങ്ങളും ഉപനിഷത്തൊക്കെ ഗുരുകുൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതും ഓപ്ഷനായിരുന്നു. ഇപ്പോൾ സംസ്കൃത് പഠിക്കാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മുടെ മോഡേണൈസേഷൻ വന്നപ്പം അത് നമ്മൾ എവിടേക്കോ മറന്നുപോയി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് മോസ്റ്റ്ലി എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയായി. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് വന്നു. ഇപ്പോൾ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന കഥകളൊക്കെ അവിടെ തന്നെ നിന്നു. ഫോൺ വിളിയിൽ എത്ര നമ്മൾ കഥ കേൾക്കും അല്ലേ? പിന്നെ വിളക്ക് കൊളുത്തുന്നതും അതൊരു പണിയായി മാറി. അതൊരു താൻ വരുന്നൊരു കാര്യമല്ല. ഓക്കെ, 8 മണിയായി അല്ലെങ്കിൽ 7 മണിയായി, വിളക്ക് കൊളുത്തണം എന്നുള്ള ഒരു ഫിയർ ബേസ്ഡ് കോൺസെപ്റ്റായി മാറി. പിന്നെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ഒരു ഫോഴ്സ്ഫുൾ ആക്ടിവിറ്റി ആയിപ്പോയി. ഇപ്പോൾ നാട്ടിൽ അമ്പലത്തിൽ പോകുമ്പം ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ചെറുപ്പത്തിലൊന്നും തോന്നാത്തൊരു കാര്യമാണ് ഇപ്പം അമ്പലങ്ങളിൽ നടക്കുന്നതും ഉത്സവം കൂടുന്നതും. അതൊക്കെ ഒരു ട്രൂ എസൻസ് തോന്നിയിട്ടുണ്ട് ഇപ്പം. പക്ഷേ ആദ്യമൊന്നും ഇങ്ങനത്തെ ഒരു ഞാൻ കൊച്ചിലെ അമ്പലങ്ങളിൽ പോകുമ്പോഴും ആ ഒരു എന്താ റീസൺ എനിക്കിപ്പോഴും അറിയില്ല, പക്ഷെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് വന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഏജിൽ പഠിക്കാൻ പറ്റിയതൊക്കെ മിസ്സായിപ്പോയി. അതാണ് നമ്മുടെ ജനറേഷൻ, അതായത് എൻ്റെ ജനറേഷൻ ഇസ് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ജനറേഷൻ ഇപ്പം. പക്ഷേ വി ആർ ദ മോസ്റ്റ് കൺഫ്യൂസ്ഡ് ജനറേഷൻ ഓൾസോ. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് ചൂസ് ചെയ്യണമെന്നോ നമുക്കറിയില്ല, ആ ഒരു ഗൈഡൻസ് ഇല്ലാത്ത കാരണം. പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, നമുക്കിപ്പം സ്കൂളിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും സിവിക്സ് ഒക്കെ ഉള്ള പോലെ എന്തുകൊണ്ട് ഹിന്ദുയിസം ഒരു ഇതാക്കി മാറ്റിയില്ല? അതിൻ്റെ ആൻസർ എനിക്ക് ഓൾറെഡി അറിയാം. ബിക്കോസ് ഹിന്ദുസ് മാത്രമല്ലല്ലോ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പം എല്ലാവരും ഉണ്ട്. അപ്പം ദെൻ ഐ തോട്ട് മേ ബി എല്ലാ റിലീജിയൻ്റെയും ഒരു കോർ കോൺസെപ്റ്റ്സ് പഠിച്ച്, ഇല്ലെങ്കിൽ എല്ലാ റിലീജിയൻ്റെയും അറ്റ്ലീസ്റ്റ് കുറച്ച് കോർ കോൺസെപ്റ്റ്സ് നമുക്ക് പഠിപ്പിച്ച് തരുമായിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബിൻ ഡിഫറെൻറ്റ് അല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഞാനും ഇതിനെപ്പറ്റി റീസെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോട്ട് വന്നിട്ടുണ്ടോ എന്ന് പറയൂ. അതല്ല, ഇനിയിപ്പോൾ നമുക്ക് ഒരു ഹിന്ദുസിന് വേണ്ടി സൺഡേ സ്കൂൾ കോൺസെപ്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ഡു യു തിങ്ക് അതൊരു നല്ല ഐഡിയ ആയിരിക്കും? ഡു യു തിങ്ക് ഇനി വരാൻ പോകുന്ന ജനറേഷന് അത് യൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറയൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.